ഇപ്പൊ ഇനി ഞാൻ കേട്ടായിരുന്നു 8 സ്ക്രിപ്റ്റ് എന്തോ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 8-നേക്കാളും ഉണ്ടോ കയ്യില്? അപ്പൊ കൊറേ കഥയായിട്ട് 6 അപ്പൊ എപ്പോഴും നമുക്ക് ഇനി അടുത്തൊരു സിനിമ പ്രതീക്ഷിക്കാൻ പറ്റും? അത്തരം പടങ്ങൾ ചെയ്യുമെങ്കിൽ രണ്ടാമത് പ്ലാൻ ചെയ്ത് ക്ലിക്കാക്കും. ഇപ്പൊ ചെയ്ത പടങ്ങൾ ഒരു ലാംഗ്വേജ് സിസ്റ്റം കുഴമ്പാല ഇങ്ങോട്ട് വിറ്റ് പടം ചെയ്തു. ആ രീതിയിലിപ്പോ പടം കാണുന്നു. അത് മാറും, ആ ചിന്ത മാറിയിട്ട് നല്ലൊരു സിനിമ ചെയ്ത ഡയറക്ടറാവും. അതായത് നോർമൽ പേഴ്സൺ ചെയ്ത അടിപൊളി സിനിമ ചെയ്ത ഒരു ലേബൽ വേണം. എന്നാൽ മാത്രം നമുക്ക് സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, മലയാള സിനിമയ്ക്ക് എനിക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ കുറച്ച് ബെറ്ററായിട്ട് കുറച്ച് സിനിമ ചെയ്യും. ഇപ്പൊ മലയാളം അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഭാഷയില് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഏത് ഭാഷയാണ്? മലയാളം അല്ലാണ്ടേ ഏതെങ്കിലും വേറെ ഭാഷയിൽ പോയിട്ട് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? ഏത് ഭാഷയില് ചെയ്യണം? ഹിന്ദിയും തമിഴിലോ? അതെന്താ ഹിന്ദി തമിഴ് എന്ന് പറയുന്നത്? ഹിന്ദി തമിഴ് ആരെ വെച്ചിട്ട് ചെയ്യണം ഹിന്ദിയിലാണെങ്കിലും? പക്ഷെ എന്നാലും ഇന്ന ആൾ, ഇപ്പൊ നമ്മളൊരു സിനിമയുടെ കഥയൊക്കെ എഴുതുമ്പോ ഇന്ന ആൾ അഭിനയിച്ച കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ടോ? ഇല്ല, നമ്മള് അതിനനുസരിച്ചിട്ട് ആടനുസരിച്ചിട്ട് മാറ്റാൻ. ഞാൻ സാധാരണ കഥ എഴുതുമ്പോ എനിക്ക് കഥാപാത്രത്തെ ഞാൻ കഥ എഴുതുള്ളൂ. എന്നാണ് ചെയ്യും എന്ന്. പക്ഷെ പിന്നീട് അത് എഴുതി കഴിയുമ്പോഴായിരിക്കും ഇന്നാണ് ചെയ്ത കുറച്ച് ബെറ്റർ ആവും. ഇന്നാണ് ചെയ്ത ഇന്ന് ക്യാരക്ടർ ഇന്നാണ് ചെയ്ത അടിപൊളിയാവും. അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും.